ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇത് എക്കണോമിക്സിന്റെ മൂന്നാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. ഇതോടുകൂടി നമ്മൾ SCRT ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അവസാനിക്കും. ഇത് നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മാത്രം മതി, അത്രയ്ക്കുള്ള പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട് എക്കണോമിക്സിലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു, അതായത് ബാങ്കും ബാങ്കേതര സ്ഥാപനങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒന്ന് പൊതുജലവും പൊതുവരുമാനത്തെ പറ്റിയിട്ടൊക്കെ പറയുന്ന മറ്റൊരു ക്ലാസ്. അപ്പോൾ അത് കംപ്ലീറ്റ് തിയറിയാണ്. പക്ഷേ അതിനകത്ത് നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലോജിക് ബേസ് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്, ഒരു 5 മാർക്കിനുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മൾ കാര്യം മാത്രം അറിഞ്ഞിരിക്കുക. പിന്നെ ഇനി ഒരു 2-3 ക്ലാസ് കൊണ്ട് നമ്മുടെ റിവിഷൻ കഴിയും. ഇനി പഠിക്കാനുള്ളത് ബാങ്ക് പഠിക്കുന്ന കേസിൽ ബാങ്ക് നമ്മൾ നല്ല രീതിയിൽ വായിക്കാം. ഇനി നിങ്ങൾക്കൊരു 2-3 മണിക്കൂർ കൊണ്ട്, 2 മണിക്കൂർ മതിയാവും, 2 മണിക്കൂർ കൊണ്ട് മാക്സിമം നിങ്ങൾ ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് എക്കണോമിക്സിന്റെ പാർട്ട് ഒന്ന് കംപ്ലീറ്റ് വായിച്ചെടുക്കുക. കാരണം നമ്മൾ 2-3 റിവിഷൻ ക്ലാസ്സിലൂടെ പറഞ്ഞ കാര്യത്തിന്റെ കൂടെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടി കാണും. അപ്പോൾ ആ എക്സ്ട്രാ പോയിന്റ്സും കൂടി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയൽ കൂടി വായിക്കാം. അപ്പോൾ നമുക്ക് 5 മാർക്കും അങ്ങ് ഉറപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് പൊതുചെലവ്? പൊതുചെലവ് എന്നാൽ സർക്കാരിന്റെ ചെലവുകളെയാണ് പൊതുചെലവുകൾ എന്ന് വിളിക്കുന്നത്. സർക്കാരിന്റെ ചെലവുകൾ, പൊതുചെലവുകളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: വികസന ചിലവുകളും വികസനേതര ചിലവുകളും. ഇതിനകത്ത് വികസന ചിലവുകളാണ് റോഡം, അതുപോലെ പാലം, തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുക. നമുക്കറിയാവുന്ന കേസാണ്. പിന്നെ പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകൾക്കും വേണ്ടിയിട്ടാണ് വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നത്. ഇനി വികസനേതര ചെലവുകൾ ഏതെന്ന് വെച്ചാൽ വികസനത്തിൽ പെടാത്തതാണ് യുദ്ധം, അതുപോലെ പലിശ, പിന്നെ പെൻഷൻ. ഇതൊന്നും വികസന ചെലവല്ല, വികസനേതര ചെലവുകളാണ്. അടുത്തത് ഏതൊക്കെയാണ്? യുദ്ധം, പലിശ, പെൻഷൻ. ഇന്ത്യയിൽ പൊതുചെലവ് വർദ്ധിക്കുവാനുള്ള കാരണങ്ങൾ ഏതെല്ലാം അക്കമിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യാ വർധനവ് ഒരു കാരണമാണ് പൊതുചെലവ് കൂടാനുള്ളത്. പ്രതിരോധ ചെലവിന് വർധനവ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വർധന ഉണ്ടായിട്ടുണ്ട്. നഗരവൽക്കരണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണമാണ് ഇന്ത്യയിൽ പൊതുചെലവ് വർദ്ധിക്കുവാനുള്ള കാരണം. അടുത്ത് നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് സർക്കാരിന്റെ വരുമാന മാർഗങ്ങൾ എന്നാണ്. വരുമാന മാർഗം നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്. ഇതിനകത്ത് സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് നികുതി വരുമാനം വഴിയാണ്. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള നികുതിയാണ് ഇന്ത്യൻ സർക്കാർ പിരിക്കുന്നത്. ഒന്ന് പ്രത്യക്ഷ നികുതിയും അടുത്തത് പരോക്ഷ നികുതിയാണ്. ഇതിനകത്ത് പ്രത്യക്ഷ നികുതി എന്നാൽ ആരിലാണ് ഭൂനികുതി ചുമത്തുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് പ്രത്യക്ഷ നികുതിക്ക്. ആ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. പ്രത്യക്ഷമായിരിക്കും, അതായത് ഭൂനികുതി നമ്മൾ ചുമത്തുന്നത് ആർക്കാണോ അയാൾ തന്നെ ആ നികുതി അടയ്ക്കുന്നു. ഇവിടെ നികുതി ചുമതലപ്പെടുത്തിയതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരേ ആൾ തന്നെയാണ്. ഇത്തരം നികുതികളെ പ്രത്യക്ഷ നികുതി എന്ന് പറയും. അതായത് നമ്മൾ ഭൂനികുതിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഭൂനികുതി നമുക്കിപ്പോൾ 7-8 രൂപ വരികയാണെങ്കിൽ ആ നികുതി നമുക്ക് തന്നെ ചുമത്തും. ആ 8 രൂപ കൊണ്ടുപോയി നമ്മൾ തന്നെ അടയ്ക്കും. ഇതാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. വ്യക്തിഗത ആദായ നികുതി, അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി എന്നിവ ഏതിന്? പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇത് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. താഴെ തന്നിരിക്കുന്നതിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന് ഭൂനികുതി, അടുത്തത് വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിൽ ആദായ നികുതി നിയമം നടപ്പിലാക്കിയ വർഷം അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീധന നിരോധന നിയമം നടപ്പിലാക്കിയ അതേ വർഷം തന്നെയാണ് 1961 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആദായ നികുതി നിയമം നടപ്പിലാക്കിയത്. കമ്പനികളുടെ അറ്റവരുമാനം എന്ന് പറയുമ്പോൾ എന്താണ്? ലാഭമാണ്. ലാഭത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. കോർപ്പറേറ്റ് നികുതി ഒരുതരം പ്രത്യക്ഷ നികുതിയാണ്. അടുത്തത് എന്താണ് പരോക്ഷ നികുതി? പരോക്ഷമായിട്ടാണ് ഒരാളും ചുമത്തപ്പെട്ട നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതി. അതായത് നമ്മൾ ആ നികുതി അടയ്ക്കുന്ന കാര്യം നമ്മൾ പോലും അറിയാതെ നികുതി അടച്ചു പോകും. അതാണ് പരോക്ഷ നികുതി. ഉദാഹരണം വിൽപ്പന നികുതി, അതുപോലെ തന്നെ ചരക്കു സേവന നികുതി അഥവാ GST, ചരക്ക് സേവന നികുതി അഥവാ GST ഒക്കെ ഏതിന്? പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. 2017 ജൂലൈ 1
GST ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ടത്? GST വിലക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇതെല്ലാം തന്നെ ഇപ്പോൾ GST ആയിട്ടാണ് വന്നിരിക്കുന്നത്. GST നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്. പക്ഷേ അവർക്കൊരു കൺസേൺ വെച്ചിട്ടുണ്ട്, ഇത്ര രൂപയിൽ കൂടുതൽ വരവ് വരികയാണെങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പൊ എത്ര വരെ വ്യാപാരികൾ വിൽക്കുന്ന ആൾക്കാരായിരിക്കണം? ഒരു സാമ്പത്തിക വർഷത്തിൽ 20 ലക്ഷം രൂപയിൽ കൂടുതൽ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വിൽപ്പന നടക്കുന്ന വ്യാപാരികൾ GST തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഓക്കെ, ചരക്ക് സേവന നികുതികൾ പ്രധാനമായിട്ടും 2 തരമാണ് ഉള്ളത്. 2 അല്ല 3 തരമാണ് ഉള്ളത്. GST നടപ്പിലാക്കുന്നത് 3 രീതിയിലൂടെയാണ്. ഒന്ന് സെൻട്രൽ GST. ഇത് ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചുമത്തും, കേന്ദ്ര ഗവൺമെന്റ് തന്നെ ആ ലാഭം എടുക്കും. ഇനി സ്റ്റേറ്റ് GST ആണ്, സംസ്ഥാന ഗവൺമെന്റ് ചുമതലപ്പെടുത്തും. ഇത് സ്റ്റേറ്റ് GST നടപ്പിലാക്കിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇത് ചുമത്തുന്നതെങ്കിലും കേന്ദ്ര സർക്കാരിന് ഇതിന്റെ ഒരു വിഹിതം പോവും, ബാക്കി വിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കും. പിന്നെ ഇന്റഗ്രേറ്റഡ് GST ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളും സേവനങ്ങളും നികുതിയുമുണ്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, എത്ര നികുതി കൊടുക്കണം, സ്റ്റേറ്റിന് കൊടുക്കണം എന്നൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ GST വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഗുണകരമായത് കേന്ദ്ര ഗവൺമെന്റിനാണ്. GST നിരക്കുകൾ 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലായിട്ടാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. GST സമിതി അംഗങ്ങൾ ആരൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര ധനകാര്യ മന്ത്രി ചെയർമാൻ ആയിരിക്കും. GST സമിതി അംഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ GST സമിതിയുടെ ചെയർമാൻ എപ്പോഴും കേന്ദ്ര ധനകാര്യ മന്ത്രി ആയിരിക്കും. പിന്നീടുള്ള ബാക്കി മെമ്പേഴ്സ് സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ ചേർന്നതാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GST സമിതി. GST സമിതി താഴെ പറയുന്ന കാര്യങ്ങളിലൊക്കെ സർക്കാരിന് ശുപാർശ നൽകുന്നു. ഒന്ന്, GST ലഭിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകളെ പറ്റി. പിന്നെ GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും, നികുതി നിരക്കുകൾ നിശ്ചയിക്കല്, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം, ഇതൊക്കെ ആരുടേതാണ്? പിന്നെ മൊത്തം വിറ്റുവരവിൽ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിന്റെ പരിധി നിശ്ചയിക്കല്, നിരവധി GSTയുടെ, ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ആണ് GST കൗൺസിലിനുള്ളത്. നിലവില് DSC അല്ല GST ആണ്. നിലവില് GSTയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങൾ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. നിലവില് GSTയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങൾ, ഒന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ അസംസ്കൃത പെട്രോളിയം, ഡീസല്, പെട്രോള്, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം. ഇത്രയും കാര്യങ്ങൾക്ക് നിലവിൽ GST ഏർപ്പെടുത്തിയിട്ടില്ല. ഒന്നും കൂടി പഠിച്ചു വെക്കുക. പെട്രോളിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത പെട്രോളിയം, ഡീസല്, പെട്രോള്, പ്രകൃതിവാതകം, പിന്നെ വിമാന ഇന്ധനം, വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം, ഇവയ്ക്ക് GST ഏർപ്പെടുത്തിയിട്ടില്ല. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയെയാണ് സർചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സർചാർജ് എന്താണ്? നികുതിക്കുമേലെ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയെയാണ് സെസ് എന്ന് വിളിക്കുന്നത്. നികുതിയേതര വരുമാന സ്രോതസ്സുകളാണ് ഫീസ്, ഫൈൻ, പെനാൽറ്റി, ഗ്രാന്റ്, പലിശ, ലാഭം എന്നിവ. ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, ഇന്ത്യൻ സർക്കാരിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏത് വഴിയാണ്? നികുതി വഴിയാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. സർക്കാർ വാങ്ങുന്ന വായ്പകളെ പൊതുകടം എന്നാണ് വിളിക്കുന്നത്. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ ആണ് സർക്കാർ വായ്പകൾ വാങ്ങുന്നതെങ്കിൽ ഈ കടത്തിനെ ആഭ്യന്തര കടം എന്ന് വിളിക്കുന്നു. ഇനി വിദേശ ഗവൺമെന്റുകളിൽ നിന്നോ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നോ ആണ് വായ്പ വായിക്കുന്നതെങ്കിൽ അതിനെ വിദേശ കടം എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ പൊതുകടം വർദ്ധിപ്പിക്കുവാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ പൊതു ചെലവ് വർദ്ധിക്കാനുള്ള കാരണം ഏതൊക്കെയാണ്? ഇന്ത്യൻ ജനസംഖ്യ, ക്ഷേമ പ്രവർത്തനങ്ങള്, നഗരാസൂത്രണം, അതുപോലെ തന്നെ പ്രതിരോധ ചെലവ്. ഇതേ പ്രശ്നം തന്നെയാണ് ഇന്ത്യയിലെ പൊതുകടം വർദ്ധിക്കുവാനുള്ള കാരണങ്ങളും.
പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം എന്ന് പറയുന്നത്. എന്താണ്? പൊതുവരുമാനത്തെക്കുറിച്ച്, പൊതുചെലവിനെക്കുറിച്ച്, പൊതുകടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും രണ്ടും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. ഇന്ത്യയിൽ ഇങ്ങനെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2021 ഏപ്രിൽ 1 മുതൽ 2022 മാർച്ച് 31 വരെയാണ് ഇന്ത്യൻ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റിനെ സന്തുലിത ബജറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റ് ആവുമ്പോൾ ലാഭം വരും അല്ലേ, അപ്പൊ അതിനെ നമ്മൾ മിച്ച ബജറ്റ് എന്ന് വിളിക്കും. ഇനി ചെലവ് വരവിനേക്കാൾ കൂടുമ്പോൾ നമ്മൾ അതിനെ കമ്മി ബജറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സന്തുലിത ബജറ്റ് വരുമാനവും ചെലവും ഈക്വൽ ആവും. വരുമാനത്തെക്കാൾ ചെലവ് കൂടുതലാണെങ്കിൽ അത് കമ്മി ബജറ്റ്. ദെൻ വരുമാനം ആണ് ചെലവിനേക്കാൾ കൂടുതലെങ്കിൽ അത് മിച്ച ബജറ്റാണ്. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി ലഭിക്കുന്നത് ഏതിനത്തിൽ നിന്നാണ്? കോർപ്പറേറ്റ് നികുതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ അത് GST നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് കോർപ്പറേറ്റ് നികുതിയിൽ നിന്നാണ് കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നികുതിയേതര മാർഗം ഏതാണ്? അത് ലാഭം വഴിയാണ്. ബിസിനസ് ഒക്കെ ചെയ്ത്, വാണിജ്യം ചെയ്ത്, വ്യവസായം ചെയ്ത് കിട്ടുന്ന ലാഭം വഴിയാണ് നികുതിയേതര വരുമാനം കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ ഉള്ളത്. നികുതി വരുമാനമാണോ, നികുതി ഇതര വരുമാനമാണോ കേന്ദ്ര സർക്കാരിന് കൂടുതൽ വരുമാനം നൽകുന്ന സ്രോതസ്? ഏതാണ്? നികുതിയാണ്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ എടുക്കുന്ന നയത്തിനെ ധനനയം എന്നാണ് അറിയപ്പെടുന്നത്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നിവയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം ഏതാണ്? അത് നമ്മുടെ കടുവയാണ്. ഇനി നമ്മൾ റിസർവ് ബാങ്കിനെ പറ്റി പറയുകയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 മുംബൈ ആസ്ഥാനമാക്കിയിട്ടാണ്. അപ്പൊ ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് മുംബൈ ആണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? നോട്ട് അച്ചടിച്ചിറക്കുന്നത്, വായ്പ നിയന്ത്രിക്കല്, സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത്, അതായത് സർക്കാരിന്റെ ബാങ്കായിട്ട് നിൽക്കുക, ബാങ്കുകളുടെ എല്ലാം ബാങ്കായിട്ട് ബാങ്കുകളെല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കുക. ഇതെല്ലാം ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളാണ്. 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറങ്ങുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. തിരിഞ്ഞു പോകരുത്. 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. എന്നാൽ ബാക്കിയുള്ള നോട്ടുകളെല്ലാം അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. ഭാരതീയ റിസർവ് ബാങ്ക് വായ്പ നിയന്ത്രിക്കുന്നത് ഒരു പ്രധാന ധർമ്മമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് എങ്ങനെയാണ് വായ്പ നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാല് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. പലിശ നിരക്കില് മാറ്റം വരുത്തിയിട്ടാണ്. എങ്ങനെ പലിശ നിരക്കിൽ മാറ്റം വരും? പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് അങ്ങ് കുറയ്ക്കും. ഇനി പലിശ നിരക്ക് കുറയുകയാണെങ്കിൽ വായ്പയുടെ അളവ് കൂട്ടുകയും ചെയ്യും. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ആരംഭിച്ചത് 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് 1770 ആരംഭിച്ച ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. ആദ്യമായി ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969 അന്ന് 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. അത് കഴിഞ്ഞ് 1980 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഇതും കഴിഞ്ഞ് 1993 ദേശസാൽകൃത ബാങ്കായിരുന്ന ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ
പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അങ്ങനെ 1993 അത് സംഭവിച്ചു. വർഷങ്ങൾ മറക്കരുത്. അപ്പൊ 69 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 80 6 ബാങ്കുകളെ കൂടി ദേശസാൽക്കരിച്ചു. അത് കഴിഞ്ഞ് ആ സമയത്ത് ദേശസാൽക്കരിച്ച ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയെ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി ആരംഭിച്ച ബാങ്കുകളെ റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ RRB എന്നാണ് അറിയപ്പെടുന്നത്. 1975 RRBകൾ ആരംഭിച്ചത്. എന്താണ്? റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി ആരംഭിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ. ഇനി സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നാണ്. ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്ക്, അതിനുള്ള സഹായം നൽകുന്ന ബാങ്കാണ് എക്സിം ബാങ്ക്. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കാണ് എക്സിം ബാങ്ക്. ഈ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും ധനസഹായം നൽകുന്ന അല്ലെങ്കിൽ വായ്പ നൽകുന്ന ബാങ്ക്. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരണം നടത്തി ഗ്രാമീണ വ്യവസായത്തെ ഉണർത്താനും വേണ്ടി ആരംഭിച്ച ഇന്ത്യൻ ചെറുകിട വ്യവസായ ബാങ്കാണ് സിഡ്ബി. സിഡ്ബി. അടുത്തത് ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നബാർഡിനെ പറ്റി. ഭാരതീയ മഹിളാ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 2013 നവംബറിലാണ്. പക്ഷേ 2017 എല്ലാം കൂടി ലയിച്ച സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൂടി ഭാരതീയ മഹിളാ ബാങ്കും ലയിച്ചു. അത് ആരംഭിച്ചത് 2013 നവംബറിലാണ്. എന്താണ് പ്രവർത്തന തത്വം? വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാണ് ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആപ്തവാക്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി അതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇത് കൊൽക്കത്തയെ ആസ്ഥാനമാക്കി 1818 ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818. അപ്പൊ ഇത്രയാണ് നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള SCRT പുസ്തകങ്ങളിൽ എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒത്തിരി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ബാങ്കുകളുടെ സവിശേഷതകളൊക്കെ പറയുന്നുണ്ട്. അവർ നമ്മുടെ ബാങ്കിങ് രംഗത്തും ധനമിടപാട് രംഗത്തൊക്കെ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ വരും ക്ലാസ്സുകളിൽ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കാൻ പോകുന്നത് അതാണ്. അപ്പോൾ ഈ ഒരു 17 മിനിറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകാനുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ സജഷൻസ് കമന്റ് ആയിട്ട് എനിക്ക് അറിയിച്ചോളൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.